ദൈവത്തിന് സ്തുതി. പ്രഭാതകിരണത്തിലേക്ക് സ്നേഹവന്തൻ. ഭാഗം 2049. ഇന്ന് ഓഗസ്റ്റ് മാസം 10-ാം തീയതി. ഈ ആണ്ടിലെ 222-ാമത്തെ ദിവസത്തിലെത്തി. ശൂനോയോ നോമ്പിലൂടെയാണ്. ദൈവമാതാവിന്റെ വാങ്ങിപ്പ് പെരുന്നാളിനോട് ചേർന്നുള്ള നോമ്പ് ദിനങ്ങൾ. യേശുവിനെ അന്വേഷിച്ചിറങ്ങുന്ന ഏതൊരാൾക്കും കണ്ടുമുട്ടാതിരിക്കാൻ പറ്റാത്ത ഒരാളില്ലേ പരിശുദ്ധ അമ്മ മറിയം. ഏതൊരാളുടെയും യേശു വഴികളില് തീർച്ചയായും കണ്ടുമുട്ടുന്ന, നമ്മളെ കാത്തിരിക്കുന്ന, ഭൂമി കണ്ട ഏറ്റവും വിശിഷ്ടയായ ഒരു വഴി പരിശുദ്ധ അമ്മ മറിയം. അമ്മ മറിയത്തെ ഓർക്കാതെയും പരിഗണിക്കാതെയും ആദരിക്കാതെയും എങ്ങനെയാണ് ക്രിസ്തുവിലെത്തുക? ഓരോരുത്തരും കുറെ കൂടി അമ്മയിലേക്ക് എത്തേണ്ട ഒരു കാലം കൂടിയാണ്. നമ്മൾ ഇത്രയും പൊറുക്കപ്പെടുന്ന, ക്ഷമയോടെ സ്വീകരിക്കപ്പെടുന്ന, ചേർത്ത് നിർത്തപ്പെടുന്ന മറ്റിടങ്ങൾ വളരെ കുറവല്ലേ? ഭവനത്തിൽ പ്രവേശിച്ച് ശിശുവിനെ അമ്മയായ മറിയത്തോടുകൂടി കാണുകയും അവനെ കുമ്പിട്ട് ആരാധിക്കുകയും ചെയ്തു. വിശുദ്ധനായ മത്തായി ശ്ലീഹായുടെ സുവിശേഷം 2-ാം അധ്യായത്തിൽ നിന്നാണ്. കിഴക്കൊതിച്ച നക്ഷത്രം ഒരു വഴി തെളിയിച്ചു കൊടുത്തിരുന്നു ജ്ഞാനികൾക്ക്. അവർ അതിലൂടെ സഞ്ചരിച്ചു. ഇടയ്ക്കൊന്ന് വഴിതെറ്റിയെങ്കിലും അവർ പിന്നീട് യഥാർത്ഥ വഴിയെ യാത്ര തുടർന്നിട്ടുണ്ട്. നക്ഷത്രമാവട്ടെ യേശു കിടന്ന ഭവനത്തിന്റെ മുകളിലായി വന്നു നിന്നു. ജ്ഞാനികളിൽ ഭവനത്തിൽ പ്രവേശിച്ചെന്നാണ് തിരുവചനം പറയുന്നത്. ശിശുവിനെ അമ്മയായ മറിയത്തോടുകൂടി കാണുകയും അവനെ കുമ്പിട്ട് ആരാധിക്കുകയും ചെയ്തു. ഭവനത്തിൽ പ്രവേശിക്കുക സഭയുടെ ഉള്ളിലേക്കുള്ള ഒരു പ്രവേശനമാവണം. അവിടെ ആരെയാണ് നമ്മൾ ആരാധിക്കുന്നത്? യേശുവിനെയാണ്. യേശുവിനെ നമ്മൾ അവിടെ കണ്ടെത്തുകയും ചെയ്യും. ഒപ്പം കൂടെ അമ്മയായ മറിയമുണ്ട്. അതും കൂടെ നമ്മളൊന്ന് ആദരവോടെ പരിഗണിക്കണം. അതുകൂടി നമ്മൾ ഒന്ന് ചേർത്ത് പിടിച്ചേ മതിയാവും. അവർ സഭയിൽ പ്രവേശിച്ചപ്പോൾ ശിശുവിനെ കണ്ടത് അമ്മയോടൊപ്പമാണ് എന്നത് എന്റെയും ആത്മീയ വഴികളിൽ അമ്മയെ കണ്ടെത്തുകയും അമ്മയ്ക്കൊപ്പമായിരിക്കും ആ മകനെ എനിക്ക് കിട്ടുക. അതുകൊണ്ട് കുറെ കൂടി ഞാനിപ്പോൾ അമ്മയെ അന്വേഷിക്കുകയാണ്, ഒന്ന് കൂടെ ചേർന്നായിരിക്കാനായിട്ട്. പ്രാർത്ഥനയോടുകൂടി ആമേൻ.